ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, ഞങ്ങൾ ഓൺ ദ വേ ആണ് ഹോസ്പിറ്റലിലേക്ക്. ആസ്ട്രോ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം റെഡിയായി. നമ്മൾ ലാബിൽ ടൈമിംഗ് തന്നത് 9 മണിക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് തന്നത്. ദുബായ് അൽക്കിസൈസിലെ ആസ്ട്രോ ഹോസ്പിറ്റലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി, കാരണം ഇനി ലേറ്റ് ആക്കണ്ട, ഇൻ കേസ് അവിടെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. ടെസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ എത്തിയാലേ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ 2nd ട്രൈമസ്റ്റർ പ്രഗ്നൻസിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ട്. എന്താണ് ടെസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. ഇത് ടെസ്റ്റ് നോർമലാവോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നല്ലപോലെ ആവണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കയറിയത്. ഞാനും ചേട്ടനും കൂടെയാണ് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങിലൊക്കെ പോയി, ഇവിടെ രജിസ്ട്രേഷനൊക്കെ ബുക്ക് ചെയ്തു, ടോക്കണൊക്കെ എടുത്തു. അങ്ങനെ ഗൈനക്കോളജി സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ടോക്കണിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് ലാബിൽ നമുക്ക് അത്യാവശ്യം തിരക്കായതുകൊണ്ട് തന്നെ അവിടെ നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ സെക്ഷനായി എന്നെ വിളിച്ചു. ഞാനിതാ ലാബിൻ്റെ ഉള്ളിലേക്ക് കയറി. 8 to 10 അവർ ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന്, അത് കഴിഞ്ഞ് നമ്മളെ ബ്ലഡ് എടുക്കും, അത് കഴിഞ്ഞ് യൂറിൻ സാമ്പിളും അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് അവരിതാ ഇങ്ങനൊരു ഓറഞ്ച് ഗ്ലൂക്കോസ് ഡ്രിങ്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കഴിച്ചു തീർക്കണം എന്നാണ് പറഞ്ഞത്. ഓറഞ്ച് ജ്യൂസിൻ്റെ വെറും വെയിറ്റിൽ തന്നെ കുടിച്ചുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇത് വോമിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ഫസ്റ്റത്തെ ഹാഫ് ബോട്ടിൽ വരെ പതുക്കെ ഞാൻ കുടിച്ചു തീർച്ചു. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോഴേക്കും എനിക്കൊരു വല്ലാത്തൊരു ഫീലുണ്ടായി. കാരണം എനിക്ക് വോമിറ്റ് ചെയ്യാനുള്ളതല്ല, കൂടുതലായിട്ട് മധുരം ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് പോലെ എനിക്ക് തോന്നിയിരുന്നു. അത് അതർവൈസ് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ചിലവർക്ക് ഇത് കഴിക്കുമ്പം ഇഷ്ടമില്ലായ്മയും ഛർദിയൊക്കെ വരാറുണ്ട് കേട്ടു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഫുള്ളി ഞാനത് കംപ്ലീറ്റ് ചെയ്തു 10 to 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ. ഇതാണ് അവർ തന്ന ഒരു ഫോം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ഫുൾ പ്രോട്ടോക്കോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു 1 അവർ ഞാൻ വെയിറ്റ് ചെയ്യണം ബ്ലഡും യൂറിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ 1 അവർ ഇതാ ഹോസ്പിറ്റലിൻ്റെ പല ഭാഗത്തായിട്ട് ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഈ 1 അവർ എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്ത് പോകണ്ടേ. ചേട്ടൻ എൻ്റെ കൂടെ വന്നുകൊണ്ട് ചേട്ടനും നല്ല വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി. അപ്പം നമ്മൾ എന്തായാലും ഒരു കഫ്റ്റീരിയയിൽ പോയിട്ട് ചേട്ടനെങ്കിലും കഴിച്ചോട്ടെ, എനിക്കെങ്കിലും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചേട്ടനൊരു ചിക്കൻ എന്തോ സാലഡൊക്കെ വാങ്ങി അതിരുന്ന് എൻ്റെ മുന്നിൽ കൊതിപ്പിച്ചിരുന്ന് കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ എനിക്ക് കഴിക്കാനുള്ള കൊതിയും ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇനി 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഇതാ ഇങ്ങനെ ഇരിക്കണം. എൻ്റെ മുന്നിലിരുന്ന് കഴിക്കുന്ന കണ്ട് ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് അസൂയയോ എന്തൊക്കെയൊക്കെയോ എനിക്ക് തോന്നി. ഞാൻ കുറേ എന്തൊക്കെയൊക്കെയോ എന്താണ് അതിലുള്ള ഐറ്റംസ് സ്മെല്ലും ഒക്കെ കിട്ടുന്നതുകൊണ്ട് എൻ്റെ നാവിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെങ്കിലും കഴിക്കട്ടെ, കാരണം അവർ നമ്മളെ കൂടെ വന്ന് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളെ കൂടെ ഈ 3 അവറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതാ 2nd സിറ്റിങ്ങിനുള്ള ടൈമായി. അങ്ങനെ അതാ വീണ്ടും എൻ്റെ കയ്യിൽ കുത്താനുള്ള ടൈമായി. 2nd സാമ്പിൾ എടുത്തു. 1 അവറിന് ശേഷം വീണ്ടും ബ്ലഡ് എടുത്തു. അതിന് ശേഷം പിന്നെ ഒരു യൂറിൻ സാമ്പിളും കൂടെ എടുത്തു. അത് കഴിഞ്ഞ് ഇനി ഒരു 1 അവറും കൂടെ അടുത്ത സാമ്പിളും കൂടെ കൊടുക്കാനുണ്ട്. ഉണ്ണിയേട്ടൻ എന്നെ റിലാക്സ് ആക്കാൻ വേണ്ടി കുറേ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്തില്ല. കാരണം വിശപ്പിൻ്റെ നിലവിളി വന്നുകൊണ്ടിരിക്കേണ്ട. ഇനി 2 സാമ്പിൾ കൊടുത്തു. ഇനി ഒരു സാമ്പിളും കൂടെ 1 അവർ കഴിഞ്ഞിട്ട് കൊടുക്കാനുണ്ട്. ആ ടൈം കൊണ്ട് ഞങ്ങൾ പുറത്തൊന്ന് ഇറങ്ങി കറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെയുള്ള ഒരു മാർക്കറ്റിലൊക്കെ പോയി ചെറിയ സമയങ്ങളൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഹോസ്പിറ്റലിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ കുറച്ച് വണ്ടിയിലിരുന്ന് കറങ്ങി. പിന്നെ പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ടിരുന്നതാ അടുത്ത ബ്ലഡും യൂറിനും കൊടുക്കാനുള്ള പോക്കാണ്. പിന്നെ എൻ്റെ കയ്യിലിതാ
കുത്തലോട് കുത്തലായിരുന്നു. പക്ഷേ വലിയ പെയിനൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു സെയിം ടൈം തന്നെ ടെസ്റ്റ് എത്തിയത്. അപ്പോൾ അവളെ കൂടെയും കുറച്ച് സ്റ്റില്ലൊക്കെ അടിച്ച് എല്ലാ ബ്ലഡും കൊടുത്ത് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 1 മണിയായപ്പോഴേക്കാണ് ഇവിടെ രാവിലെ 9 മണിക്ക് വന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നത്. പൊരിച്ച കോഴിൻ്റെ മണം എന്ന് പറഞ്ഞ പോലെ ചേട്ടനോട് അടുത്ത് റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങാൻ പറഞ്ഞതാ. എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അടിപൊളി ഒരു സദ്യ മതി എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എനിക്ക് നന്നായിട്ടൊന്ന് വിശദമായിട്ടൊരു സദ്യ കഴിക്കണം. കാരണം ഫാസ്റ്റിങ്ങിലായിരുന്നു ഇത്ര സമയം. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് തട്ടിയതാ. ഇന്നത്തെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു ഓൾ, ടേക്ക് കെയർ.